രാവിലെ തന്നെ നമുക്കൊരു മീൻകറി വെച്ചാലോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഞാൻ മീൻകറി ഉണ്ടാക്കാമെന്ന്. സാധാരണ എല്ലാ ദിവസവും അമ്മയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് എനിക്കൊരു ഓഫുള്ള ദിവസം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ഉണ്ടാക്കിക്കോളാം, ഇന്ന് എല്ലാ കറികളും ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കയറിയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരടുപ്പി ചട്ടി വെച്ചു, ഒരടുപ്പി ചീനച്ചട്ടി വെച്ചു. എന്നിട്ട് അത് ചൂടാവാൻ ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. കാരണം നമ്മൾ ചൂടാവാതെ ഒന്നും ചെയ്യാൻ പാടില്ല ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് എണ്ണയൊക്കെ ഇങ്ങനെ തൂത്ത് പുരട്ടിയല്ല കുറച്ച് എണ്ണയൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ അത് ഇങ്ങനെ തിളയ്ക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരുന്നാലേ നമുക്ക് മീനൊക്കെ വറക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മളപ്പം മീൻ തലേദിവസം തന്നെ പുരട്ടി അമ്മ ഓൾറെഡി വെട്ടി മീനൊക്കെ വെട്ടി നമ്മൾ മസാലയൊക്കെ പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ എടുത്ത് അത് വെച്ചു, ഫ്രിഡ്ജിന് വെളിയിലെടുത്ത് വെച്ചിട്ട് നമ്മൾ എണ്ണയൊക്കെ ചൂടാക്കി ഇനി നമ്മുടെ മീൻ കുട്ടനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മീനൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പുള്ളി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് മീൻ കറിയുടെ കാര്യങ്ങളൂടെ നോക്കണം. ആദ്യമേ ഞാനിങ്ങനെ കൺഫ്യൂസ്ഡായി, ഇതിനകത്ത് 4 മീനും കൂടെ ഇടാൻ പറ്റുമോ എന്ന്. കാരണം കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ അത് വെച്ചു, മീനൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഇനി അത് ഇങ്ങനെ തിളയ്ക്കുന്നത് കണ്ട മീനൊക്കെ ഇങ്ങനെ ഗുളുഗുളു തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ മീൻ കറിക്കുള്ള ചട്ടി അപ്പുറത്തെ അടുപ്പിൽ അതിനെ നോക്കി ഇങ്ങനെ വിളിക്കുന്നു. അങ്ങനെ നമ്മൾ എന്താണ് ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്നതെന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കും. കാരണം ഞാനൊരു മണ്ടത്തരം ചെയ്തു ഗൈസ്. അതായത് എണ്ണ കുറച്ചേ ഉള്ളായിരുന്നു, അതിൻ്റെ കൂടത്തിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ എല്ലാം യാന്ത്രികമായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ കാണേണ്ടി വന്നു. പിന്നെ അതിനകത്ത് നമ്മൾ ഇഞ്ചി സവാള കുഞ്ഞുള്ളി വെളുത്തുള്ളി എല്ലാം ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ കറിവേപ്പിലയും പിന്നെ കുറച്ച് പൊടിവകകൾ അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴട്ടി പച്ചമണം മാറിയപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഇവിടെ ആണെങ്കിൽ മല്ലിപ്പൊടി ഇടത്തില്ല, ഞങ്ങളുടെ ഇവിടെ ആണെങ്കിൽ മല്ലിപ്പൊടി ഇടും. അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നമ്മുടെ മീൻ കറിയുടെ ചാറങ്ങോട്ട് തിളയ്ക്കാൻ വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ മീൻ ഇതാ കിടന്ന് തിളച്ച് ഈ പരുവത്തിലായി. ഞാൻ പിന്നെ അതെല്ലാം തിരിച്ചിട്ടപ്പോഴത്തേക്കും നമ്മുടെ ചാറൊക്കെ ഇങ്ങനെ വെട്ടി തിളച്ച് മറിയുന്നു. എന്നാൽ പിന്നെ നമ്മളെ മീനെയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ മീൻ ചൂരയായിരുന്നു കേട്ടോ. അതെല്ലാം ഇങ്ങനെ പറക്കി ഇട്ട് കൊടുത്തു. കിട്ടിയെടുത്തിട്ട് ഡെക്കറേഷന് വേണ്ടി നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് വിതറി കൊടുത്തു. അപ്പം നമ്മൾ ഷാപ്പിലെ മീൻകറിയാണ് ഗൈസ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? അങ്ങനെ അവിയൽ ഞാനല്ല വെച്ചത്, അമ്മയാണ് വെച്ചത്. അപ്പോൾ അമ്മ അതിനകത്ത് കുറച്ച് തേങ്ങ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ടേൺ എത്തിയിരിക്കുകയാണ്. ചോറ് കഴിക്കാൻ സമയമായി. അങ്ങനെ ഞാൻ ചോറും കറികളൊക്കെ വിളമ്പിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവിയലുണ്ടായിരുന്നു, മീൻ വറുത്തത്, മീൻ കറി, കൂടെ കുറച്ച് മോരും. പിന്നെ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ഊണ് അങ്ങനെ കുശാലായി. അപ്പോൾ അടുത്ത വീഡിയോ വരെ ടാറ്റാ.